ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB എന്ന സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ചന്ദ്ര രുക്കുവിനെ അമ്പാട്ട് കുടുംബത്തിന്റെ പടിക്കൽ കൊണ്ടാക്കി. തന്റെ ഭർത്താവായ വിജയശങ്കറിന്റെയും മകളായ രുക്കുവിന്റെയും ഭാവിയെ ഓർത്തുകൊണ്ട് ചന്ദ്രയ്ക്ക് അർച്ചനയുടെ മുന്നിൽ എല്ലാ അഹങ്കാരവും ഉപേക്ഷിച്ച് തലകുനിക്കേണ്ടി വന്നു. രുക്കുവിനെ അവിടെ ആക്കിയ ശേഷം അപമാനിതയായി പടിയിറങ്ങിയ ചന്ദ്രകാന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് വല്ലാത്തൊരു അഗ്നിപർവ്വതമായിട്ടാണ്. ആ അടങ്ങാത്ത കലിപ്പ് മുഴുവനും അവർ പിന്നീട് വിജയശങ്കറിനോട് പറഞ്ഞു തീർത്തു. അർച്ചനയോട് ഇതിന് പ്രതികാരം ചെയ്യുന്നതുവരെ എന്റെ മനസ്സിന് ഒരു അല്പം പോലും ശാന്തി ഉണ്ടാകില്ലെന്നും ഈ ചന്ദ്രലേഖ ആരാണെന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുമെന്നും അവർ വിജയശങ്കറിനോട് തീർത്തും പറഞ്ഞു. അമ്പാട്ടിൽ പോയി ഞാൻ അത്രയേറെ അപമാന ഭാരത്തോടെയാണ് അവിടെ നിന്നും മടങ്ങിയത് എന്ന അവരുടെ സങ്കടവും ദേഷ്യവും എല്ലാം ചന്ദ്ര വിജയശങ്കറുമായി പങ്കുവെക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ഒരു പാത്രം ലഡുവുമായി അച്ചുവിന്റെയും രുക്കുവിന്റെയും അടുത്തേക്ക് ചെല്ലുന്നു. പഴയ കൈപ്പേറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നേക്കാനും ഈ മധുരം കഴിച്ചിട്ട് നിങ്ങൾ പുതിയൊരു അധ്യായം തുറക്കണമെന്നും അർച്ചന നിറഞ്ഞ സന്തോഷത്തോടെ അവരെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയുടെ വാക്കുകളുടെ മധുരം അച്ചുവിനെ രുക്കുവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരുടെ മുഖത്ത് യാതൊരു സന്തോഷവും നിഴലിച്ചില്ല. അച്ചുവിന് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി രുക്കുവുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെങ്കിലും രുക്കുവിന് ഇനിയും അമ്പാട്ടിലെ കുടുംബാംഗങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അർച്ചനയും അമ്പാട്ട് വീട്ടുകാരെയും തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവളുടെ മനസ്സിലുള്ളത്. കൂടാതെ തന്റെ ജീവിതം ഒരു നിലയിലെത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടിയും കുടുംബവും ഒക്കെ വേണ്ടതാണ് രുക്കു എടുത്ത കണിശമായിട്ടുള്ള തീരുമാനം. ഈ സുപ്രധാനമായ തീരുമാനത്തിൽ അച്ചുവും രുക്കുവും നേരത്തെ തന്നെ പരസ്പരം സംസാരിച്ച് ഉറപ്പും വരുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അർച്ചനയുടെ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങൾ രുക്കുവിന് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല. പിന്നീട് അർച്ചന തന്റെ നിയമലോകത്തേക്ക്, അതായത് കോടതിയിലേക്ക് പോവുകയാണ്. അർച്ചനയ്ക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി പുതിയൊരു നിയമപരമായ വെല്ലുവിളി തന്നെയാണ് കടന്നു വരുന്നത്. ഒരച്ഛനും മകളുമാണ് തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തേടിയെന്നോണം അവരെ സമീപിച്ചിരിക്കുന്നത്. അർച്ചനയും ദീപ്തിയും ചേർന്ന് അവരുടെ ദുരിതത്തെക്കുറിച്ചും കേസിന്റെ വിശദാംശങ്ങളെക്കുറിച്ചുമെല്ലാം ചോദിച്ചറിയുന്നു. എല്ലാ വിവരങ്ങളും ശ്രദ്ധയോടെ കേട്ട ശേഷം ദീപ്തി അവരോട് ഉറച്ച വാക്ക് നൽകി, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് തീർച്ചയായും നീതി ലഭിക്കും എന്ന്. അതിനുശേഷം ദീപ്തിയും അർച്ചനയും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായി ഒരു കോഫി ഷോപ്പിലേക്കെല്ലാം പോകുന്നുണ്ട്. പുതിയ കേസിന്റെ ഭാരം കാരണം അർച്ചന അഗാധമായ ചിന്തയിലും കടുത്ത മാനസിക പിരിമുറുക്കത്തിലുമായിരുന്നു. എന്നാൽ അർച്ചനയുടെ മുഖത്ത് ഈ സംഘർഷം ശ്രദ്ധയിൽപ്പെടുന്ന ദീപ്തിയാകട്ടെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് എന്താണ് നിന്റെ മനസ്സിനെ അലട്ടുന്നതെന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചറിയുന്നുണ്ട്. ഇതേസമയം കോടതിയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വിജയശങ്കറിന് അപ്രതീക്ഷിതമായിട്ടൊരു ഫോൺ കോൾ വരുന്നു. ഫോണിൽ സംസാരിക്കുന്നതിനിടെ കേട്ട കാര്യങ്ങൾ വിജയശങ്കറിനെ ആകെ ഞെട്ടിപ്പിക്കുന്നു. അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്നറിയാതെ ശരിക്കും ഷോക്കേറ്റ് നിന്നുപോയെന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു ആകാംക്ഷഭരിതമായ രംഗത്തോടെയാണ് പ്രമോ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് നൈറ്റ്.